നമസ്കാരം. മൈമെന്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ? ഓക്കെ, നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? സന്തോഷം. ഇന്ന് നമുക്ക് കലാസാഹിത്യ സാംസ്കാരിക മേഖലയെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഔദ്യോഗിക പ്രസിദ്ധീകരണം, അതായത് കേരള സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ എന്ന ഒരു ഭാഗമാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം, കേരള PSC വർഷങ്ങളായി ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യ വിഭാഗമാണിത്. സാംസ്കാരിക സ്ഥാപനങ്ങളും അവർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾ പല രീതിയിലാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ഡയറക്റ്റ് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ പേര് തന്നിട്ട്, ഇപ്പോൾ ഈ അടുത്ത് തന്നെ കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ് എന്ന് ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ് എന്ന ഒരു ചോദ്യം ഈ അടുത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തെക്കുറിച്ചുള്ള ചോദ്യം ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വനിതാ കമ്മീഷന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണം നമുക്കറിയാം PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പ്, കേരള വനം വകുപ്പിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന ആരണ്യം എന്ന ഒരു പ്രസിദ്ധീകരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യ വിഭാഗം വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മുൻകാല ചോദ്യമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഉത്തരത്തിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളിലേക്കും വരാം. താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ചേർത്തെഴുതുക എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് PSC ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ സെറ്റിൽ പൊലി, ചിത്രവാർത്ത, കേളി, വിജ്ഞാന കൈരളി എന്നിവയാണ് ആദ്യത്തെ സെറ്റിൽ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോക്ലോർ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി. ഒന്നുകൂടെ, ആദ്യത്തെ സെറ്റിൽ ഏതൊക്കെയുള്ളത്? പൊലിയുണ്ട്, ചിത്രവാർത്തയുണ്ട്, കേളിയുണ്ട്, വിജ്ഞാന കൈരളിയുണ്ട്. നമുക്കറിയാം, കേരള PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന സാധാരണഗതിയിൽ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ പൊലി ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ് എന്ന് ചോദിക്കാറുണ്ട്. ചിത്രവാർത്ത ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ് എന്ന് ചോദിക്കാറുണ്ട്. കേളി അതുപോലെ തന്നെ വിജ്ഞാന കൈരളിയും ഒക്കെ തന്നെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ ഒറ്റ ചോദ്യമായിട്ട് ചേരുമടി ചേർക്കുക എന്ന രൂപത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് ഇതിൽ ഒരു രണ്ടെണ്ണമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നന്നായി അറിയുന്നത് ആദ്യം മാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒന്നാണ് കേളി എന്ന് പറയുന്നത് അല്ലെ. കേളി എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. അതായത് മൂന്നാമത്തേത് D ആണ് അല്ലെ. മൂന്നാമത്തേത് D ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ഏതാ? കേളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ 3D ഉള്ള ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ അത് മനോഹരമാണ്. കാരണം 4 ചോദ്യങ്ങളിലും എന്ത് തന്നെയാണ്? 3D തന്നെയാണ്. 4 ചോദ്യങ്ങളിലും 3D തന്നെയാണ്. അപ്പോൾ 4 ഓപ്ഷൻസിലും എന്ത് തന്നെയാണ്? ആ ഒരു 3D തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അറിയുന്ന ഒന്നാണ് വിജ്ഞാന കൈരളി അല്ലെ. വിജ്ഞാന കൈരളി ആരുടേതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 4A വരുന്ന ഓപ്ഷൻ. 4A വരുന്ന ഓപ്ഷൻ ഇതാ കണ്ടോ. 4A വരുന്ന ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. 4A വരുന്ന ഓപ്ഷൻ. ഇനി പൊലി നമുക്ക് അറിയുന്നതാണ്. പൊലി അല്ലെ. പൊലി കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ്. പൊലി കേരള ഫോക്ലോർ അക്കാദമിയാണ്. അപ്പോൾ 1B ആണ്. അപ്പോൾ ചിത്രവാർത്തയോ? കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമി 2E ആണ്. 2E. അപ്പോൾ 1B, 2E, 3D, 4A. അപ്പോൾ D ഓപ്ഷൻ ആണ് കേട്ടോ മക്കളെ. നോക്കിയേ, അപ്പോൾ പൊലി ആരുടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ്. ചിത്രവാർത്ത കേരള ലളിതകലാ അക്കാദമിയുടേതാണ്. കേളി സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടേതാണ്. വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് നോക്കാനുള്ളത്. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥിരമായി PSC ചോദിക്കുന്ന ചില സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. അവ നിലവിൽ വന്ന വർഷവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം കേട്ടോ മക്കളെ. നോക്കി, അതിൽ ആദ്യത്തേതാ? കേരള സാഹിത്യ അക്കാദമിയാണ്. ആദ്യത്തേതാണ് കേരള സാഹിത്യ അക്കാദമി. ഈ കേരള സാഹിത്യ അക്കാദമി രൂപം കൊള്ളുന്നത് 1956 ഒക്ടോബർ 15-നാണ്. നിലവിൽ വരുന്ന എപ്പോഴാണ്? 1956 ഒക്ടോബർ 15-ന്. അപ്പോൾ ഈ ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ വന്നേക്കാം. കാരണം 1956 ഒക്ടോബർ 15-നല്ലേ സാർ ഇത് രൂപം കൊണ്ടത് എന്നൊരു സംശയം വരാം. സത്യത്തിൽ 1956 ഒക്ടോബർ 15-ന്
തിരുക്കൊച്ചി ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു കേരള സാഹിത്യ അക്കാദമി രൂപീകരിക്കുവാനായി തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ആദ്യ യോഗം ചേർന്ന് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒക്ടോബർ 15-നാണ്. ഒക്ടോബർ 15-നാണ്. ഇത് ഉദ്ഘാടനം ചെയ്തതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. ഇത് സ്ഥാപിച്ചത് തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ്. തിരുക്കൊച്ചി ഗവൺമെന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് തിരുക്കൊച്ചി ഗവൺമെന്റ് ഇത്തരത്തിലൊരു സാഹിത്യ അക്കാദമിക്ക് രൂപം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കുക. 1954-ലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി രൂപം കൊള്ളുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമി മക്കളെ പഠിച്ചു വെക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ഇപ്പൊ ന്യൂഡൽഹിയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രബീന്ദ്ര ഭവനിലാണ്. എവിടെയാണ്? രബീന്ദ്ര ഭവനിലാണ്. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ 1954-ലാണ് എന്ത് സ്ഥാപിതമാകുന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമി രൂപം കൊള്ളുന്നത്. ഇതിന്റെ ചുവട് പിടിച്ച പ്രാദേശികാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി. ഒന്നുകൂടെ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഗമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ പ്രാദേശിക തലത്തിലുള്ള സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെച്ചിരിക്കുക, ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമി എവിടെയാണ് ആദ്യമായി സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആദ്യ യോഗം എവിടെ വെച്ചാണ് ചേർന്നത്? ഞാൻ പറഞ്ഞു 1956 ഒക്ടോബർ 15-ന് ഇത് വരുന്നു. ഇതിന്റെ ആദ്യ യോഗം ഇത് തീരുമാനിക്കുന്നത് ഇതിൽ പറഞ്ഞൊരു കുഞ്ഞു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിന്റെ യോഗം തീരുമാനിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ് കേട്ടോ. തീരുമാനിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ്. അത് പറഞ്ഞതിൽ വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓഗസ്റ്റ് 15-ആണ് കേട്ടോ. അതായത് തീരുമാനിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ് തീരുമാനിക്കുന്നത്. ഒക്ടോബർ 15-ന് ചിത്തിര തിരുനാൾ എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ഒക്ടോബർ 15-ന് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും തീരുമാനിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ്. ആര്? തിരുക്കൊച്ചി ഗവൺമെന്റ്. അപ്പൊ മക്കളെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതെവിടെ വെച്ചാണ് ആദ്യ യോഗം ചേരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. കനകക്കുന്ന് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്താണ് കനകക്കുന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ് ഇതിന്റെ ആദ്യ യോഗം ചേരുന്നത് ഒക്ടോബർ 15-ന്. എന്നാൽ ഇത് തീരുമാനിച്ചത്, അതായത് ഇങ്ങനെ ഒരു സാഹിത്യ കൂട്ടായ്മ വേണമെന്ന് തിരുക്കൊച്ചി ഗവൺമെന്റ് തീരുമാനിച്ചത് ഓഗസ്റ്റ് 15-നാണ്. 56 ഓഗസ്റ്റ് 15-ന്. ഇനി ഇതിന്റെ ആദ്യ അധ്യക്ഷനായി നിയമിതനാകുന്നത് സർദാർ KM പണിക്കരായിരുന്നു. ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. സർദാർ KM പണിക്കർ. ഇനി ആദ്യ ഉപാധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. ആദ്യ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് പാല നാരായണൻ നായരാണ്. അതുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചിരിക്കുക. ഇനി ഇവരുടെ കീഴിൽ അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിൽ 3 പ്രസിദ്ധീകരണങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 3 പ്രസിദ്ധീകരണങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാഹിത്യ ചക്രവാളം. മക്കളെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ തരുന്ന നമ്പർ ഉൾപ്പെടെ പഠിച്ചു വരിക, നമുക്കത് ആവശ്യമുണ്ട്. 2 സാഹിത്യ ലോകം. 3 മലയാളം ലിറ്റററി സർവേ. ഓക്കെ അല്ലേ? എന്തിനാണ് ഞാൻ ഈ നമ്പർ സഹിതം പറഞ്ഞുതരാം. ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞു വരിക. 1 സാഹിത്യ ചക്രവാളം, 2 സാഹിത്യ ലോകം, 3 മലയാളം ലിറ്റററി സർവേ. ഒന്നുകൂടെ നമ്പർ ഉൾപ്പെടെ പഠിക്കുക. 1 സാഹിത്യ ചക്രവാളം, 2 സാഹിത്യ ലോകം, 3 മലയാളം ലിറ്റററി സർവേ. മക്കളെ ഓർത്തു വയ്ക്കുക, ഇത് മാസത്തിൽ ഒന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ മാസിക എന്ന് പറയും. അതായത് സാഹിത്യ ചക്രവാളമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഏക മാസിക എന്ന് പറയുന്നത്. കാരണം അത് മാസത്തിൽ ഒന്നാണ്. ഇനി അടുത്തത്, ഇത് 2 മാസത്തിൽ ഒന്ന്. അപ്പോൾ അതിനെ നമ്മൾ ദ്വൈമാസിക എന്ന് പറയും. സാഹിത്യ ലോകം എന്ന് പറയുന്നത് ഒരു ദ്വൈമാസികയാണ്. അത് 2 മാസത്തിൽ ഒന്ന്. ഇനി ഇത് മലയാളം ലിറ്റററി സർവേ, ഇത് 3 മാസത്തിൽ ഒന്നാണ്. സോ ഇത് ത്രൈമാസിക എന്ന് പറയും. എന്ത് പറയും? ത്രൈമാസിക എന്ന് പറയും. കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിലുള്ള ഏക ഇംഗ്ലീഷ് പ്രസിദ്ധീകരണവും ഏത് തന്നെയാണ്? മലയാളം ലിറ്റററി സർവേ ആണ്. 1958 ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടേക്ക് മാറ്റുന്നു?
തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. അപ്പം ഞാൻ പറഞ്ഞ വർഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് നിങ്ങളത് ഓർത്ത് വയ്ക്കാനാണ്. 1956 ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെന്റ് ഒരു സാഹിത്യ അക്കാദമി രൂപീകരിക്കുക അല്ലെങ്കിൽ ഒരു സാഹിത്യ കൂട്ടായ്മ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി 1956 ഒക്ടോബർ 15 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവനന്തപുരത്തെ കനകക്കുന്ന് വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ആദ്യ അധ്യക്ഷനായി സർദാർ KM പണിക്കരും ഉപാധ്യക്ഷനായി സാക്ഷാൽ വള്ളത്തോൾ നാരായണമേനോനും വരുന്നു. സെക്രട്ടറിയായി പാലാ നാരായണൻ നായർ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ ആസ്ഥാനം 1958 തൃശ്ശൂരിലെ ചെമ്പുക്കാവിലേക്ക് മാറ്റുന്നത്. എവിടേക്ക് മാറ്റുന്നു? തൃശ്ശൂരിലെ ചെമ്പുക്കാവിലേക്ക് മാറ്റുന്നു. അടിപൊളിയല്ലേ? ചുമ്മാ പഠിച്ചില്ലേ? മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഇനി ഓർക്കേണ്ടത് കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ചാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാനെ PSC ചോദിക്കാറുള്ളത് K സച്ചിദാനന്ദനാണ്. ആരാണ്? K സച്ചിദാനന്ദനാണ്. ഇനി കേരള സംഗീത നാടക അക്കാദമി ആകട്ടെ അത് നിലവിൽ വരുന്നത് 1958 ഏപ്രിൽ 26 1958 ഏപ്രിൽ 26 ഇവിടെ കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് പറയുമ്പോൾ മസ്റ്റായിട്ട് 1953 ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ കേന്ദ്ര സംഗീത നാടക അക്കാദമിയെ കുറിച്ച് ഓർമ്മിക്കണം. ന്യൂഡൽഹി. ഇതിന്റെയും ആസ്ഥാന മന്ദിരം രബീന്ദ്ര ഭവനാണ്. രബീന്ദ്ര ഭവൻ. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന്റെ ചുവട് പിടിച്ച് 1958 എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ ഈ പറയുന്ന സംഗീത നാടക അക്കാദമി വരുന്നത്. ഇതിന് കാരണമായി തീരുന്നത് പ്രധാനപ്പെട്ട രണ്ട് നമ്മുടെ രാഷ്ട്രീയ നവോത്ഥാന നായകരായിട്ടുള്ള രണ്ടുപേരാണ്. ഒന്ന് EMS, അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി എന്നിവരാണ് കേട്ടോ. അപ്പോൾ 1958 ഇത് സ്ഥാപിതമാകുന്നത്. എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പുക്കാവാണ്. ചെമ്പുക്കാവ് തൃശ്ശൂരിലെ ചെമ്പുക്കാവാണ് ഇത് സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആദ്യ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മങ്കുത്തമ്പുരാനാണ്. ആദ്യ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മങ്കുത്തമ്പുരാനാണ്. മങ്കുത്തമ്പുരാൻ. ഓക്കെ, വലിയമ്മ മങ്കുത്തമ്പുരാൻ എന്ന് പറയും. വലിയമ്മ മങ്കുത്തമ്പുരാൻ. ഓക്കെ അല്ലേ? അതൊരു വനിതയാണ്, ഓർത്ത് വെച്ചിരിക്കുക. വലിയമ്മ മങ്കുത്തമ്പുരാനാണ്. ഇനി ഇവരുടെ മാസിക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മാസികയാണ് കേളി എന്ന് പറയുന്നത്. കേളി എന്ന് പറയുന്ന ആരുടെ മാസികയാണ്? ഈ പറയുന്ന സംഗീത നാടക അക്കാദമിയുടെ മാസികയാണ്. നിലവിലെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ്. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അപ്പോൾ PSC ചോദിക്കാറുണ്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ്? ഒന്നുകൂടെ, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ്? ഓർത്ത് വെച്ചിരിക്കുക, അദ്ദേഹം ചെണ്ട വിദ്വാനാണ്. ക്ലിയർ അല്ലേടാ? ഓർമ്മ കിട്ടുമല്ലോ, മനസ്സിലിരിക്കുമല്ലോ, പഠിച്ചു വെച്ചിരിക്കുക. ഇതിന് ഇനി വേണ്ടത് കേരള ലളിതകലാ അക്കാദമിയാണ്. ഈ കേരള ലളിതകലാ അക്കാദമി 1962 1962 നവംബർ 28 ഇവിടെയും ഓർത്ത് വെച്ചിരിക്കുക. കേരള ലളിതകലാ അക്കാദമി 62 എങ്കിൽ കേന്ദ്ര ലളിതകലാ അക്കാദമി അത് 1954 എല്ലാം സെയിം തന്നെയാണ്. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവൻ. 1954 ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിലാണ് എന്ത് സ്ഥാപിതമാകുന്നത്? കേരള ലളിതകലാ അക്കാദമി കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥാപിതമാകുന്നത്. ഇനി അവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലേക്ക് ലളിതകലാ അക്കാദമി വരുന്നത് ഞാൻ പറഞ്ഞു 1962 എന്ന് പറഞ്ഞു. ഇതിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നത് M രാമവർമ്മ രാജയാണ്. രാമവർമ്മ രാജ സാക്ഷാൽ രാജാ രവിവർമ്മയുടെ ചിത്രകലകളുടെ രാജാവായിട്ടുള്ള രാജാ രവിവർമ്മയുടെ മകനാണ് ഈ പറയുന്ന M രാമവർമ്മ രാജ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഇതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വെച്ചിരിക്കുക, വളരെ ആവശ്യമാണ്. ഇനി കേരള ലളിതകലാ അക്കാദമിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ്. ഇതും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സംശയങ്ങൾ ഉണ്ടാകരുത്, നിങ്ങൾ പഠിച്ചു പോകട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. ഇനി ഇവരുടെ ഈ മൂന്ന് കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ ചെമ്പുക്കാവ് തന്നെയാണ്. ഈ ലളിതകലാ അക്കാദമിക്ക് വേണ്ടിയിട്ട് ലാറി ബേക്കർ രൂപകൽപ്പന ചെയ്തൊരു ബിൽഡിംഗ് ഉണ്ട്. ലാറി ബേക്കർ
അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ബിൽഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് മൂന്നും പ്രവർത്തിക്കുന്നത് എന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷനെ ചോദിക്കാറുണ്ട്, അത് മുരളി ചീരോത്താണ്. നിലവിൽ ആരാണ്? മുരളി ചീരോത്താണ്. പിന്നെ ഞാൻ ഈ അധ്യക്ഷന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് നിലവിലെ ആൾക്കാരെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയം കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ ക്ലാസ് ചിലപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ചു കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഈ ആൾക്കാർ മാറിയിട്ടുണ്ടാകും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാരാണ് എന്നുള്ളത് അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് മാറ്റി പഠിച്ചോളണം. ഓക്കെ, അത് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന കാര്യം എനിക്ക് കിട്ടത്തില്ലല്ലോ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ പഠിക്കുന്നത് ആ സമയത്ത് ആരാണോ അധ്യക്ഷൻ അത് മാറ്റി പഠിച്ചോണം. നിലവിൽ ആരാണ്? മുരളി ചീരോത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1962 നവംബർ 28-നാണ് കേരള ലളിതകലാ അക്കാദമി വരുന്നത് എന്നൊന്ന് ഓർമ്മയിലുണ്ടാകണം. ഇനി കേരള ഫോക്ലോർ അക്കാദമിയിലേക്ക് വരുന്നു. കേരള ഫോക്ലോർ അക്കാദമി വരുന്നത് 1995 ജൂൺ 28-നാണ്. 1995 ജൂൺ 28-ന്. പക്ഷേ പ്രവർത്തനം ആരംഭിക്കുന്നത് അതും കഴിഞ്ഞില്ല, 96-ലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 96-ലാണ്. ശരി, എന്ത് തന്നെയായിരുന്നാലും ഈ കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ അല്ലെ, കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. ഇനി അവിടെ ഓർക്കേണ്ടത് ഇതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ജി ഭാർഗവൻ പിള്ളയാണ്. ഭാർഗവൻ പിള്ള. എന്നാൽ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അത് OS ഉണ്ണികൃഷ്ണനാണ്. നിലവിലെ അധ്യക്ഷൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നേക്കും, സർ ഈ പറയുന്ന ഫോക്ലോർ അക്കാദമി പ്രധാനമായിട്ടും അവർ ഈ പറയുന്ന നാടൻ കലകളും കലാരൂപങ്ങളും അല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്? ആണ് അല്ലേ? നാടൻ കലാരൂപങ്ങളും കലകളും ഒക്കെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ചിന്തയിലേക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരുപക്ഷെ PSC ചോദിക്കാം, ഫോട്ടോഗ്രാഫി പ്രോത്സാഹിപ്പിക്കുന്നത് ഏത് സാംസ്കാരിക സ്ഥാപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതകലാ അക്കാദമിയാണ്. ഇപ്പം ലളിതകലാ അക്കാദമിയിൽ ചിത്രരചന, ഡ്രോയിങ് തുടങ്ങിയുള്ള സർവമാന ലളിതകലകളുമുണ്ട്. അതായത് ഫൈൻ ആർട്ട് രൂപങ്ങളുമുണ്ട്. അതുകൂടാതെ എന്തുകൊണ്ട് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിയും എവിടെയാണ് വരുന്നത്? കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിലാണ് വരുന്നത്. ഇനി മാജിക് തുടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് പറയാൻ, മാജിക്കൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരാൻ സാധ്യതയില്ലാത്തതാണ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത്. മാജിക്, നാടകം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം, അതായത് ദൃശ്യകലകളെല്ലാം വരുന്നത് സംഗീത നാടക അക്കാദമിയിലാണ്. ഓക്കെ, അപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ OS ഉണ്ണികൃഷ്ണനാണ്. അവരുടെ മാസിക ഏതാണ്? പൊലിയാണ്. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സെപ്റ്റംബർ 16-നാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. 1968 സെപ്റ്റംബർ 16. അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കേരള മുഖ്യമന്ത്രി, കേരള CM ആരാണോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കൈകാര്യം ചെയ്യുന്നത്, ഡയറക്റ്റ് മേൽനോട്ടം വഹിക്കുന്ന ചില സ്ഥാപനങ്ങളാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നളന്തയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത് നളന്തയിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നളന്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എം സത്യനാണ്. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. പ്രസിദ്ധീകരണം ഏതാണ്? വിജ്ഞാന കൈരളി. ഇനി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് വർഷം 1981. പ്രോപ്പർ ഡേറ്റ് ചില കൺഫ്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് ഇടാതെ ഇയർ മാത്രം തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇയർ പഠിച്ചു പോവുക. അപ്പോൾ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്ന് ഓർത്തു വയ്ക്കുക. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഏക പ്രസിദ്ധീകരണം, കേരള സർക്കാരിൻ്റെ കീഴിൽ കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ഏക പ്രസിദ്ധീകരണമാണ് തളിര്. ഏതാണ്? തളിര്. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇത് സ്ഥാപിച്ചത് മരണം വരെ അതിൻ്റെ എഡിറ്ററായി ഉണ്ടായിരുന്നതും ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ആരാണ് അധ്യക്ഷൻ? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും തളിരിൻ്റെയും ഒക്കെ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് പള്ളിയറ ശ്രീധരനാണ്. പള്ളിയറ ശ്രീധരൻ. ഇവിടെ കേരള കലാമണ്ഡലത്തിലേക്ക് വരാം. കേരള കലാമണ്ഡലം 1930-ലാണ് സ്ഥാപിതമാകുന്നത്. 1927 കുന്നംകുളത്ത് മണക്കുളം മുകുന്ദരാജയും സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോനും, ഈ സാക്ഷാൽ എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണ്, അദ്ദേഹം അത്രയേറെ കേമന ആയതുകൊണ്ടാണ്. അല്ലാതെ ഈ സാക്ഷാൽ എന്നത് ഞാനവിടെ സാക്ഷാൽ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് സാക്ഷാൽ എന്ന് പറയുന്ന കേട്ടിട്ട് ഇനി വള്ളത്തോളിൻ്റെ പേരിൻ്റെ കൂടെയുള്ള വിശേഷണമോ അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ പേരാണെന്നും ചരിച്ചിടരുത് കേട്ടോ.
ചുമ്മാ പറഞ്ഞതാണ്, മക്കൾ ഓർക്കുക. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചാരാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് കുന്നംകുളത്ത് 1927 ഒരു കഥകളി വിദ്യാലയം സ്ഥാപിച്ചു, ഒരു കഥകളി കളരി സ്ഥാപിച്ചു. അതാണ് പിൽക്കാലത്ത് എന്തായി മാറുന്നത്? കേരള കലാമണ്ഡലമായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. വള്ളത്തോൾ നഗരം എന്ന് പറയുന്ന സ്ഥലം, ചെറുതുരുത്തി ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എനിക്കറിയാം. അവിടെ ഓർത്തു വയ്ക്കുക, കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാകുന്ന ഗവർണർ അല്ലാത്ത ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മല്ലികാ സാരാഭായി ആണ്. മല്ലികാ സാരാഭായി നിലവിൽ അനന്തകൃഷ്ണനാണ് അതിൻ്റെ VC സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം ഞാനിത് പൊതുവേ PSC സ്ഥിരമായി ചോദിക്കുന്നൊരു മേഖലയായതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാമാന്യ അറിവ് തരാം എന്ന് കരുതിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് കേരളത്തിലെ പ്രധാന ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കവ അധികം ലേറ്റാക്കാതെ പഠിച്ചു പോകാം. മക്കളവ വന്നോളൂ. അപ്പോൾ നമുക്ക് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PSC ബുള്ളറ്റിൻ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? അത് PSC ബുള്ളറ്റിൻ ആണ്. ഏതാണ്? PSC ബുള്ളറ്റിൻ. നമുക്കറിയാവുന്നതാണ്. നമ്മൾ പഠന സഹായിയായിട്ട് ഇപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും നന്നായി ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പഠന സഹായിയാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു നോട്ട്, അതായത് നമുക്ക് വേണ്ട ഈ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ എന്ന നോട്ട് തയ്യാറാക്കിയിരിക്കുന്നതും കേരള PSCയുടെ തന്നെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടുള്ള ഈ PSC ബുള്ളറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവർ തന്നിട്ടുള്ള ഒരു കണ്ടന്റിലൂടെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നല്ലതുപോലെ പഠിക്കാം. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. ഇനി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ചോദിക്കാറുണ്ട്. അത് വിജ്ഞാന കൈരളിയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? വിജ്ഞാന കൈരളി. എങ്കിൽ മലയാള സർവകലാശാല നമുക്കറിയാം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഭാഷാപിതാവിന്റെ പേരിൽ സ്ഥാപിതമായുള്ള മലയാള സർവകലാശാല. ഈ മലയാള സർവകലാശാലയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് എഴുത്തോല. മലയാള സർവകലാശാലയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? എഴുത്തോല. എങ്കിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം അതാണ് കേളി എന്ന് പറയുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? കേളിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഈ കേളികൊട്ട് എന്ന് പറയുന്നത്? കേളികൊട്ട് അല്ലെങ്കിൽ കേളികൊട്ടുക എന്ന് പറയുന്നത്, കേളികൊട്ട് എന്നത് കഥകളിയിലെ ആദ്യ ചടങ്ങാണ് അല്ലെ? മിടുക്കർ, കഥകളിയിലെ ആദ്യ ചടങ്ങാണ്. കേളികൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കുക എന്നൊരു മറുപടി എല്ലാവരും പറയാറുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടെ പരസ്യപ്പെടുത്തുക എന്നൊരർത്ഥം പഠിച്ചു വയ്ക്കുക. എന്താണ് പരസ്യപ്പെടുത്തുക? അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ കേളിയിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത് അല്ലെ? കേളികൊട്ട് എന്ന് പറയുന്നതും ധനാശി അല്ലെങ്കിൽ ധനാശി പാടുക എന്നൊക്കെയുള്ള ചടങ്ങുകളും ശൈലികളും ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് PSC ചോദിക്കുന്നതാണ് അല്ലേ? നല്ലതാ, നോക്കി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. കേരള സാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യ ലോകവും സാഹിത്യ ചക്രവാളവും. നമ്മളിന്ന് പറഞ്ഞിരുന്നു സാഹിത്യ ലോകവും സാഹിത്യ ചക്രവാളവും. ഇതിൽ സാഹിത്യ ലോകം ദ്വൈമാസികയാണ്, സാഹിത്യ ചക്രവാളം മാസികയാണ്. സാഹിത്യ ചക്രവാളം മാസിക, അതായത് മാസത്തിൽ ഒന്ന്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ അല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് ത്രൈമാസിക ഏത്? അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഏതാണ്? മലയാളം ലിറ്റററി സർവേ. സെറ്റ് അല്ലേ? ഓർത്തു വയ്ക്കാലോ അല്ലെ? എങ്കിൽ മത്സ്യഫെഡിന്റെ, കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന മത്സ്യഫെഡിന്റെ വാർത്താ പത്രികയുടെ പേരെന്താണ്? അത് മത്സ്യ എന്നാണ്. മത്സ്യഫെഡിന്റെ വാർത്താ പത്രികയുടെ പേരാണ് മത്സ്യ എന്ന് പറയുന്നത്. സമകാലിക ജനപദം, മക്കളെ പഠിച്ചു വെക്കുക. സമകാലിക ജനപദം പ്രസിദ്ധീകരിക്കുന്നത് വിവര പൊതുജന സമ്പർക്ക വകുപ്പാണ്. ആരാണ്? വിവര പൊതുജന സമ്പർക്ക വകുപ്പ്. സമകാലിക ജനപദം ഇതാണ് പ്രസിദ്ധീകരണം കേട്ടോ. ഇത് പ്രസിദ്ധീകരണമാണ്. ഞാനിത് ക്വസ്റ്റ്യൻ തിരിച്ചിട്ടു എന്ന് മാത്രം. സമകാലിക ജനപദം എന്ന് പറയുന്നത് ആരുടേതാണ്? ഈ പറയുന്ന വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സമകാലിക ജനപദം. പഞ്ചായത്തി രാജ്, അടുത്തത് പഞ്ചായത്തി രാജ്. ഏത് വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് പഞ്ചായത്ത് രാജ്? സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് പഞ്ചായത്ത് രാജ്. ഓർത്തു വയ്ക്കുക, പഞ്ചായത്ത് രാജ്
സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ്. ഇനി സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി. മക്കളെ ഇത് പഠിച്ചു വെച്ചിരിക്കുക, പ്രധാനമാണ്. കാരണം PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യവും. ഞാൻ ഈ തരുന്നതിൽ ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ, ഒട്ടുമിക്കതും പ്രീവിയസ് ആണ്. നോക്കിയേ, സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഗ്രാമഭൂമി. ഗ്രാമഭൂമി പഠിക്കാമല്ലോ അല്ലെ, വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ, എഴുതിയെടുത്ത് പഠിക്കുക, വളരെ 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 പ്രധാനമാണ്. ഇനി സംസ്ഥാന വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ആരണ്യം. വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ആരണ്യം. ഇപ്പൊ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്ത് വന്നേ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു വന്നേ. ഈ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ആരാ? കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ആരാ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുമല്ലോ അല്ലെ. ശരി, മിടുക്ക്. അപ്പോൾ ആരണ്യം എന്നത് സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ്. ഇനി വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ മറ്റൊരു പ്രസിദ്ധീകരണം കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അത് കേരള കോളിംഗ് ആണ്. ഏതാണ്? കേരള കോളിംഗ്. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് ഇവിടെ നമ്മൾ പറയുന്ന കേരള കോളിംഗ് എന്ന് പറയുന്നത്. കേരള കോളിംഗ്. ഓക്കെ, ഇതിനടുത്തത് പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് പടവുകൾ. അപ്പോൾ PSC ചോദിക്കാം, പടവുകൾ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്? അത് പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെടുന്നു, പടവുകൾ. ഇനി ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. ഫാം ഇൻഫർമേഷൻ വകുപ്പിന്റെ അല്ലെങ്കിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഏതാണ്? കേരള കർഷകനാണ്. ഒന്നുകൂടെ, കേരള കർഷകൻ. അപ്പോൾ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, കർഷകശ്രീ നിങ്ങൾക്കറിയാം അല്ലെ, കർഷകശ്രീ. അപ്പൊ ഒന്ന് താഴെ കമന്റ് ചെയ്ത് തന്നെ, കർഷകശ്രീ ആരാ നൽകുന്നത്? കർഷകശ്രീ പ്രഖ്യാപിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ കർഷകശ്രീ നൽകുന്നത് ആരാണ്? ഒന്ന് കമന്റ് ചെയ്യുമല്ലോ അല്ലെ. ശരി, സന്തോഷം. ഇനി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് തളിര്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? തളിരാണ്. ഓർത്തു വയ്ക്കുക, കേരള സർക്കാരിന്റെ കീഴിൽ കുട്ടികൾക്കായുള്ള ഏക പ്രസിദ്ധീകരണമാണ് തളിര് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കേരള സർക്കാരിന്റെ കീഴിൽ കുട്ടികൾക്കായുള്ള ഏക പ്രസിദ്ധീകരണമാണ് തളിര് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ പ്രസിദ്ധീകരണം ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇത് സ്ഥാപിക്കുന്നത് മരണം വരെയും അതിന്റെ എഡിറ്ററായും പ്രവർത്തിച്ചിരുന്നത് ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരി നമ്മൾ പറയുമ്പോൾ വിഷാദത്തിന്റെ കവയിത്രി എന്നും, അതേപോലെ തന്നെ സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവയിത്രി എന്നും, കൃഷ്ണ കവിതകളുടെ അല്ലെങ്കിൽ കൃഷ്ണഭക്തിയുടെ കവയിത്രി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശ്രീ സുഗതകുമാരി ടീച്ചറായിരുന്നു ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത്. നിലവിൽ അത് പള്ളിയറ ശ്രീധരനാണ്. നിലവിൽ ആരാണ്? പള്ളിയറ ശ്രീധരൻ. ഇനി നോക്കിയേ, ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രന്ഥാലോകം. ഏതാണ്? ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രന്ഥാലോകം. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? ചിത്രവാർത്തയാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത. എങ്കിൽ കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ പദ്ധതിയുണ്ട്, അതാണ് സഞ്ചരിക്കുന്ന ചിത്രശാല. എന്താണ്? സഞ്ചരിക്കുന്ന ചിത്രശാല. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിധ്വനിയാണ്. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? പ്രതിധ്വനി. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം ഏതാ? പ്രതിധ്വനി. കുടുംബശ്രീ മിഷൻ അല്ലേ? കുടുംബശ്രീ മിഷൻ. ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, അവരവിടുത്തെ കാര്യം പറയുന്നു, ഇവിടുത്തെ കാര്യം പറയുന്നു, ആകെ മൊത്തം പ്രതിധ്വനിയാണ്. കലവലയാണെന്ന് ഓർമ്മിച്ചത് കേട്ടോ. ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വേറെ രീതിയിൽ എടുക്കണ്ട. ശരിയോ? നോക്കിയേ, അപ്പോൾ സാക്ഷരതാ മിഷന്റെ പ്രസിദ്ധീകരണത്തിലേക്ക് വരാം. സാക്ഷരതാ മിഷന്റെ മുഖപത്രം ഏതാണ്? അക്ഷര കൈരളി അല്ലെ? കണക്കിയാളെ പോലെ അക്ഷര കൈരളി എന്ന് പറയുമ്പോൾ സാക്ഷരതാ മിഷന് കൊടുക്കുക, അക്ഷര കൈരളി, സാക്ഷരതാ മിഷൻ. ഇനി സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ്. ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഉപഭോക്തൃ കേരളം. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഉപഭോക്തൃ കേരളം എന്ന് പറയുന്നത്. എങ്കിൽ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഓർത്തു വെക്കുക, കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് ഇതാ അറിവോരം എന്നത്. അറിവോരം. ഇനി ഇവിടെ മറ്റൊന്നുകൂടെ നോക്കാം നമുക്ക്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആണെങ്കിൽ സുരക്ഷാജാലകമാണ് അവരുടെ പ്രസിദ്ധീകരണം. എന്താണ്? സുരക്ഷാജാലകം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണം ഏതാണ്? സുരക്ഷാജാലകമാണ്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം.
അപ്പോൾ നമുക്കറിയാം വിദ്യാരംഗം മാസിക അല്ലെ, വിദ്യാരംഗം മാസികയൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, കേരള PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാരംഗം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ്. ഇനി കേരള PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട പ്രസിദ്ധീകരണമാണ് ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? അത് പൊലിയാണ്. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? പൊലിയാണ്. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലിയാണ്. എങ്കിൽ കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത്. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീ ശക്തിയാണ്. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളും അവയുടെ പ്രസിദ്ധീകരണങ്ങളും നന്നായി പഠിച്ചു വെക്കുക. ഉറപ്പായും നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇനിയും ഇതുമായിട്ട് കിട്ടുന്ന കൂടുതൽ അറിവുകൾ നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മറ്റു ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ശരി, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്